കോവക്കയുടെ ഉപ്പേരി കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമായിക്കോളും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി കോവക്ക കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും അറ്റൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ എനിക്കും മക്കൾക്കും ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു കോവക്കേൻ്റെ ഉപ്പേരി. പക്ഷേ അത് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ മക്കൾക്കും ഒക്കെ ഇഷ്ടമായി. ഇപ്പോൾ എല്ലാവരും ഇവിടെ കോവക്കേൻ്റെ ഉപ്പേരി കഴിക്കുന്നുണ്ട്. അങ്ങനെ കോവക്കയുടെ രണ്ട് ഭാഗങ്ങളും വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ 4 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുക. കോവക്ക വട്ടത്തിലരിഞ്ഞ് ഉപ്പേരി വെക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നത്. വട്ടത്തിലരിയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു വെന്ത് കിട്ടാത്ത പോലെയാണ് തോന്നുക. പക്ഷേ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്കൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. ഒരു ഉള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടത്. പച്ചമുളക്, വറ്റൽമുളക്, കോവക്ക, വലിയ ഉള്ളി അരിഞ്ഞത്. പിന്നെ അവസാനം ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർക്കുക. വറ്റൽമുളക് ഒന്ന് ചൂടായതിന് ശേഷം വലിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി അങ്ങോട്ട് വാടി വരേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയുടെ കളറ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കോവക്ക ഇട്ട് കൊടുക്കാം. കോവക്കയുടെ കൂടെ പച്ചമുളകിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ മതി. അധികം വെള്ളം ആയാൽ അതൊരു കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വഴറ്റിയിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ സിമ്മിലിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കണം. ഇവിടെ ഇളക്കുന്ന ആളെ കൈ മാറിയിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് ഒന്ന് താഴെ പോയത്. പരിചയമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ശീലിക്കേണ്ടത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ അവസാനം ചേർക്കണമെന്ന് പറഞ്ഞ സാധനം ഇതാണ്, തേങ്ങ. ഒരു ചെറിയ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് സ്റ്റൗ ഓഫാക്കാം.
അപ്പോൾ ഈ ഒരു ഉപ്പേരിയിലേക്ക് ഈ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ആ വറ്റൽ മുളകിൻ്റെയും ഉള്ളിൻ്റെയും കൂടെ മണം വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ 2 കറിവേപ്പിലയുടെ തണ്ടും കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉപ്പേരി അതാ ലിനീഷേട്ടൻ വിളമ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ ചോറിന് കഴിക്കാൻ ഓംലെറ്റ് ഉണ്ട്. ആ ഡെക്കറേഷന് വെച്ച കറിവേപ്പില മുഴുവനും ശ്രീകയ്ക്ക് വീണ്. ശ്രീകയുടെ മുഖം കാണണം ഇപ്പോൾ. പിന്നെ ഇത് മത്തനും വൻപയറും കൂടെ കറി വെച്ചതാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചോറും ഉപ്പേരിയും കറിയും കോഴിമുട്ടയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ. ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചോറിൻ്റെ കൂടെ പപ്പടം കൂടെ ഉണ്ട് കേട്ടോ. മക്കൾക്ക് പപ്പടം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മക്കളെ പ്ലേറ്റിൽ പപ്പടം ഇല്ലാത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.